ദിവ്യ, എല്ലാ എക്സിറ്റ് പോളുകളും ബി ജെ പിക്കാണ് അനുകൂലമായി ഇപ്പോൾ പ്രവചനം നടത്തിയിരിക്കുന്നത്. മെട്രിക്സിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കിയാൽ ബി ജെ പി 35 മുതൽ 40 സീറ്റുകൾ വരെ നേടുമെന്ന് പ്രവചിക്കുന്നു. അതേസമയം ആം ആദ്മി പാർട്ടി 32 മുതൽ 37 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നാണ് മെട്രിക്സിന്റെ ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതേസമയം പീപ്പിൾ ഇൻസൈറ്റിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പി 40 മുതൽ 44 സീറ്റുകൾ നേടും. പീപ്പിൾ പൾസിന്റെ എക്സിറ്റ് പോൾ ഫലത്തിൽ ബി ജെ പി 51 മുതൽ 60 സീറ്റുകൾ നേടി വലിയൊരു വിജയം സ്വന്തമാക്കുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പിക്ക് അനുകൂലമായ ഒരു പ്രവചനം നടത്തുന്നു. പക്ഷേ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ തെരഞ്ഞെടുപ്പ് നേരിട്ടത് വലിയ രീതിയിൽ ആശങ്കകളുണ്ടായിരുന്നു. കഴിഞ്ഞ തവണത്തെ പോലെ ഒരു വിജയം സ്വന്തമാക്കാൻ സാധിക്കില്ല എന്ന് ആം ആദ്മി പാർട്ടിക്ക് പ്രതീക്ഷയുമുണ്ടായിരുന്നു. പക്ഷേ സർക്കാർ അധികാര തുടർച്ച നേടുമെന്നൊരു ആത്മവിശ്വാസത്തിൽ തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോയിരുന്നത്. ഒരുപക്ഷേ ഒരു 40 മുതൽ 45 സീറ്റുകൾ വരെ നേടാമെന്നൊരു പ്രതീക്ഷ ആം ആദ്മി പാർട്ടിക്കുണ്ടായിരുന്നു. പക്ഷേ ഒരു എക്സിറ്റ് പോൾ ഫലം പോലും ആം ആദ്മി പാർട്ടിക്ക് അനുകൂലമായി പ്രവചിക്കുന്നില്ല. കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ എക്സിറ്റ് പോൾ വരുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു എല്ലാവരും പ്രവചിച്ചിരുന്നത്. കോൺഗ്രസിന് 1 മുതൽ 2 സീറ്റ് വരെ ലഭിച്ചേക്കാമെന്നുള്ള സൂചനകൾ തന്നെയായിരുന്നു നേരത്തെ തന്നെ ഈ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴും നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് വലിയ വിജയങ്ങൾ പ്രവചിക്കുന്നുണ്ട്. പക്ഷേ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഹരിയാനയിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എല്ലാം എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടതാണ്. ഹരിയാനയിൽ കോൺഗ്രസിന് വലിയൊരു വിജയമാണ് എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും പ്രവചിച്ചത്. അതുകൊണ്ട് തന്നെ ഫലം വരാതെ ഒരു ഔദ്യോഗികമായ ഒരു പ്രവചനത്തിലേക്ക് നമുക്ക് പോകുവാൻ സാധിക്കില്ല. പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ആത്മവിശ്വാസം നൽകുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ബി ജെ പി കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നൊരു പ്രവചനം നടത്തുന്നു. ഒരുപക്ഷെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ആശങ്കയുണ്ടാക്കുന്നു. ബി ജെ പിയുടെ പ്രചാരണ തന്ത്രങ്ങൾ പരിശോധിച്ചാൽ തന്നെ അത് വ്യക്തമാണ്. നമുക്കൊന്ന് വളരെ വേഗത്തിൽ ഒന്ന് എക്സിറ്റ് പോൾ ഫലങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. ടൈംസ് നോ പ്രവചിക്കുന്നത് 39 മുതൽ 45 സീറ്റുകൾ വരെ ബി ജെ പിക്ക് പ്രവചിക്കുകയാണ്. 22 മുതൽ 31 സീറ്റ് വരെയാണ് എ പിക്ക് ടൈംസ് നോ പ്രവചിക്കുന്നത്. 2 സീറ്റ് വരെ മാത്രമേ 0 മുതൽ 2 സീറ്റ് വരെ മാത്രമേ കോൺഗ്രസിന് പ്രവചിക്കുന്നുള്ളൂ. മാട്രിക്സിന്റേത് നോക്കിയാൽ ബി ജെ പി അനുകൂല തരംഗം തന്നെ ഉണ്ടെന്ന് സൂചിപ്പിക്കുന്നു. 35 മുതൽ 40 സീറ്റുകൾ ബി ജെ പിക്ക് ഉണ്ടാകും. 32 മുതൽ 27 സീറ്റുകളാണ് മാട്രിക്സ് എ പിക്ക് പ്രവചിക്കുന്നത്. 1 സീറ്റ് മാത്രമേ കോൺഗ്രസിനുള്ളൂ എന്ന് പ്രവചിക്കുന്നു. പി മാർക്ക് നോക്കിയാൽ 39 മുതൽ 49 സീറ്റുകൾ വരെയാണ് ബി ജെ പിക്ക് പ്രവചിക്കുന്നത്. 21 മുതൽ 31 സീറ്റുകൾ എ പിക്ക് പ്രവചിക്കുന്നു. 1 സീറ്റ് കോൺഗ്രസിന്. പോൾ ഡയറി 45 മുതൽ 50 സീറ്റുകൾ വരെയാണ് എ പി തന്നെ അധികാരത്തിലേറാനുള്ള സാധ്യത പോൾ ഡയറി പ്രവചിക്കുന്നു. 45 മുതൽ 50 സീറ്റുകൾ ബി ജെ പിക്ക്, 18 മുതൽ 25 സീറ്റുകൾ എ പിക്ക് ലഭിച്ചേക്കുമെന്ന പ്രവചനമാണ് പോൾ ഡയറിയുടെ ഭാഗത്തുണ്ടാകുന്നത്. 0 മുതൽ 2 സീറ്റ് മാത്രമേ കോൺഗ്രസിന് നേടാൻ കഴിയുകയുള്ളൂ. കോൺഗ്രസ് വീണ്ടും സംപൂജ്യരാകുമെന്നുള്ള സൂചനകൾ തന്നെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ നൽകുന്നത്.